ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് പാതി നോമ്പ് തുടങ്ങുന്ന ദിവസമായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെ റെസിപ്പീസ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ വെള്ളക്കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അത് കുക്കറിലേക്ക് കഴുകി അരി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പകുതി സവാള, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ അതിനാവശ്യമുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇതിന് ഒരു 3-4 വിസിൽ കേട്ടാൽ മതിയാവും. കടലയ്ക്ക് അധികം വേവില്ലാത്തതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ കുതിരാൻ വെച്ചേക്കണ കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ സവാള ഇതിൽ ചേർത്തേക്കണ കാരണം ഞാൻ പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയാണ് എടുക്കണത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചതക്കാനുള്ള മടി കൊണ്ട് അരിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടേണ്ട ഞാൻ. അതും കൂടി ഇട്ടിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികൾ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ചെറുതിയിൽ കിടന്നിട്ട് നന്നായിട്ട് വഴന്ന് വരണം. എന്നാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മല്ലിയുടെയൊക്കെ കുത്ത് വരും. പൊടി നന്നായിട്ട് വഴന്നു വന്നില്ലെങ്കിൽ മല്ലിയുടെ മുളകിൻ്റെയൊക്കെ കുത്തുണ്ടാകും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെറുതിയിലിട്ട് ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ കടല ചേർത്ത് കൊടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ അടിപൊളി കറിയാണ്. പിന്നെ നമുക്കിതിൻ്റെ കോമ്പിനേഷനായിട്ട് പുട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മുടെ ഈ കടല ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് മിൽക്ക് പൗഡറാണ്, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല തിക്നെസ്സായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക്. അപ്പോൾ ഇത് മോന് ലഞ്ചിന് ചോറിന് കൊടുത്തയക്കാനും കൂടിയുള്ള കറിയാണ്. അപ്പോൾ നമ്മളിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലഞ്ചിന് മോന് കൊടുത്തയച്ചതിന് ശേഷം ബാക്കിയുള്ള കറി ഞാൻ ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണം. അപ്പോൾ നാളെ രാവിലെ നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട, ഈ കറി തന്നെ ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ അടിപൊളി വെള്ളക്കടലക്കറി ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മൾ പുട്ടും കൂടിയാണ് എടുത്തേക്കണത്. അപ്പോൾ അത് രണ്ടും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും നമ്മൾ ഇപ്പോൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചായയും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉച്ചയിലത്തേക്ക് നമ്മൾ വലിയ കറികളൊന്നും വയ്ക്കാനില്ല. ഒരു രസവും പിന്നെ ഒരു കൂർക്ക മെഴുക്ക് വരട്ടിയാണ് ഞാൻ വെക്കുന്നത്. രസത്തിന് വേണ്ടി കുരുമുളക്, വെളുത്തുള്ളി, വറ്റൽമുളക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി എടുത്തിട്ട് ഇത് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. അപ്പം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതിയാകും. പിന്നെ തക്കാളി ഞാൻ വേറെ അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പച്ചക്കറിയൊക്കെ കൂട്ടി തരണം. ഇങ്ങനെ ഒരു വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള രസം നല്ലതാണ്, വയറിന് ദഹനത്തിനൊക്കെ എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്കത് നാടൻ രസമായിരുന്നു. ഞാൻ മൺചട്ടിയിലാണ് വയ്ക്കണത്. അപ്പോൾ മൺചട്ടിയിൽ ഇത്തിരി കടുക് ഇടണല്ല, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ചേർത്തിട്ട് തക്കാളിയും കൂടി ചേർക്കാം. പിന്നെ ഇത് വഴറ്റൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് ഉടനെ തന്നെ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള പുളി, നമ്മുടെ പുളി എന്തോരം വേണം അതിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരി പുളി കൂടുതലായിരുന്നു. ഞങ്ങളുടെ ഇവിടെ പുളി അധികം ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് തിളച്ച് വന്നപ്പോൾ ഒരു ടീസ്പൂൺ ശർക്കര ചീകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി രസമായിരുന്നു. കുരുമുളകും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ചേർക്കണ കാരണം തന്നെ നമുക്ക് വയറിന് ഇത് കൂട്ടണത് നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ നോമ്പാലത്തൊക്കെ ഇടയ്ക്ക് രസം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ രസപ്പൊടി വേണം എന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് രസം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും ഇടാം. പിന്നെ ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോഴാണ് ഇതിൻ്റെ വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിലൊക്കെ ഇറങ്ങി വരുള്ളൂ.
അപ്പോൾ മൺചട്ടിയിലായ കാരണം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും അതിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കൂർക്ക മെഴുക്ക് പുരട്ടിയാണ്. അത് കൂർക്ക ഞാൻ ഒരു സഞ്ചിയിലിട്ട് തല്ലി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് 3-4 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി നമുക്ക് വേഗം ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൂർക്ക ഇവിടെ കുക്കറിൽ വെന്തിട്ടുണ്ട്. 2-3 വിസിൽ കേട്ടാൽ മതിയാവും. പിന്നെ അതിലൊക്കെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി എടുത്തിട്ടൊന്ന് വഴറ്റുണ്ട്. വെളുത്തുള്ളിക്ക് വരെ ഞാൻ ഗാർലിക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് കുറച്ചൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.